പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയുടെ നെറുകയിൽ ഉയർത്തപ്പെട്ട യേശുവിൻ്റെ കുരിശുമരം ക്രിസ്തീയ രക്ഷാകര പദ്ധതിയുടെ, ലോകരക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ ആ മഹത്തായ പദ്ധതിയുടെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ലോകത്തിലെ ഏറ്റവും പ്രമാദമായ സംഭവം, ഏറ്റവും അത്ഭുതാവഹമായ സംഭവം, ഇന്നോളം നടന്നിട്ടുള്ള അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഇനിയും പൂർണ്ണമായും ചുരുളഴിഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആ മഹാസംഭവം. ഇന്നേക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാൽവരിയിലെ ആ കുരിശു മരണത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ബൈബിളിലെ ബലികളിലൂടെ ഒരു സഞ്ചാരം നടത്തുകയാണ് നമ്മൾ. ക്രിസ്തുവിൻ്റെ ബലിയിലേക്ക് ദൈവം മാനവരാശിയെ നയിച്ച ബലിയർപ്പണങ്ങളുടെ വഴികളെ, ക്രിസ്തുവിൻ്റെ ബലിക്ക് പിന്നിൽ നിഴലായി കിടന്ന പഴയ നിയമത്തിലെ ബലികളെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഈ അന്വേഷണത്തിലൂടെ. ബൈബിളിലെ ആദ്യത്തെ ബലി, ആദത്തിൻ്റെയും ഹവ്വയുടെയും നഗ്നത മറയ്ക്കാനായി ദൈവം ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിച്ച് അതിൻ്റെ തോല് കൊണ്ട് ഉടയാടയുണ്ടാക്കി ആദി മാതാപിതാക്കളെ ധരിപ്പിച്ചു എന്നതാണ്. ബൈബിളിലെ രണ്ടാമത്തെ ബലി കായേനും ആബേലും അർപ്പിച്ച ബലിയാണ്. കായൻ്റെയും ആബേലിൻ്റെയും ബലിയർപ്പണത്തിന് ശേഷം ബൈബിളിൽ കാണുന്ന ബലിയർപ്പണം നോഹയുടെ ബലിയർപ്പണമാണ്. പശ്ചാത്തലത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥം, ആദത്തിൻ്റെ വംശാവലി, ആ കണക്കെടുപ്പ് ബൈബിൾ നടത്തുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലാണ്. സേത്തിൻ്റെ വംശപരമ്പര, ആദത്തിൻ്റെ മകനായ കായേനും ആബേലിനും ശേഷം ആദത്തിന് അനേകം മക്കൾ ജനിച്ചു എന്നും ആ മക്കളിൽ ബൈബിൾ എടുത്തു പറയുന്ന ഒരു പേരായ സേത്ത്, ആ സേത്ത് ജനിച്ചുവെന്നും ആ സേത്തിൻ്റെ വംശപരമ്പരയിൽ ശ്രദ്ധേയമായി ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഒരു പേരാണ് ഹെനോക്ക്. ഹെനോക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി ജീവിച്ച വ്യക്തിയാണ്. 365 വയസ്സ് വരെയാണ് ഹെനോക്ക് ജീവിച്ചത്. ഹെനോക്കിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു, പിന്നീട് അവനെ കണ്ടിട്ടില്ല, ദൈവം അവനെ എടുത്തു. ദൈവം ശരീരത്തോടെ സ്വർഗീയ തലങ്ങളിലേക്ക് സംവഹിച്ച് കൊണ്ടുപോയ വ്യക്തികളിൽ ആദ്യത്തെ ആളാണ് ഹെനോക്ക്. നീതിമാനായ മനുഷ്യൻ, വിശ്വസ്തനായ മനുഷ്യൻ, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിച്ച മനുഷ്യൻ. ഹെനോക്കിൻ്റെ മകനാണ് മെത്തുശലേഹ്. മെത്തുശലേഹ് എന്ന പേരിൻ്റെ അർത്ഥം അവൻ മരിക്കുമ്പോൾ പ്രളയം വരും. കൗതുകകരമായ ഒരു നിരീക്ഷണമുണ്ട് ഇവിടെ. ഹെനോക്ക് ജീവിച്ചിരുന്ന കാലഘട്ടം 365 വർഷമാണ്. 365 വർഷം ജീവിച്ചിരുന്ന ഹെനോക്കിൻ്റെ 65 വർഷങ്ങളെക്കുറിച്ച് ശ്രദ്ധേയമായതൊന്നും പറയാത്ത ബൈബിൾ മെത്തുശലേഹ് ജീവിച്ചിരുന്ന ആ 300, മെത്തുശലേഹ് ജനിച്ചതിന് ശേഷമുള്ള ആ 300 വർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മെത്തുശലേഹിൻ്റെ ജനനത്തിന് ശേഷം, ഉൽപ്പത്തി 5-ാം അധ്യായം 22-ാം വാക്യം, മെത്തുശലേഹിൻ്റെ ജനനത്തിന് ശേഷം ഹെനോക്ക് 300 വർഷം കൂടി ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു. വരികൾക്കിടയിൽ വായിക്കുകയാണെങ്കിൽ ആദ്യത്തെ 65 വർഷം അത്ര പ്രിയങ്കരനായി ജീവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബൈബിൾ പറയുന്നത് അക്ഷരാർത്ഥത്തിലെടുത്താൽ മെത്തുശലേഹിൻ്റെ ജനനത്തിന് ശേഷമുള്ള 300 വർഷമാണ് ഹെനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചത്. എന്താണ് ഇവിടെ ശ്രദ്ധേയമായത്? മെത്തുശലേഹിൻ്റെ ജനനത്തിന് ശേഷം ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ഹെനോക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. അവിടെയാണ് ഈ മെത്തുശലേഹ് എന്ന പേരിൻ്റെ
അർത്ഥം പരിശോധിക്കേണ്ടത്. മെത്തൂശലേഹ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇവൻ മരിക്കുമ്പോൾ പ്രളയം വരും. ഹെനോക്ക് പ്രവചനത്തിൻ്റെ ആത്മാവ് നൽകപ്പെട്ട ആളായിരുന്നു, പ്രവാചകനായിരുന്നു. ഹെനോക്ക് എന്ന പ്രവാചകൻ മെത്തൂശലേഹ് എന്ന കുട്ടി ജനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു കാര്യം തിരിച്ചറിയുകയാണ്: ഇവൻ മരിക്കുമ്പോൾ ഭൂമിയിൽ പ്രളയം സംഭവിക്കും. ഈ കുട്ടി മരിച്ചാൽ ഭൂമിയിൽ പ്രളയം സംഭവിക്കുമെന്ന് ഒരപ്പന് ബോധ്യം കിട്ടിയാൽ പിന്നീട് ആ കുട്ടിക്ക് ശൈശവത്തിൽ ഒരു വീഴ്ച വന്നാൽ, കുട്ടിയൊന്ന് കാലിടറി വീണാൽ, ഒരു പനി പിടിച്ചാൽ, ഒരു ചെറിയ രോഗം ബാധിച്ചാൽ, പിന്നീട് ഈ അപ്പൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങും. കാരണം ഇവൻ മരിച്ചാൽ ഭൂമിയെ പ്രളയം വിഴുങ്ങും. മെത്തൂശലേഹ് ജീവിച്ചിരുന്ന ഓരോ വർഷവും ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാൻ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നീതിമാനായി ജീവിക്കാൻ മെത്തൂശലേഹ് എന്ന ഈ കുട്ടി ഹെനോക്കിനെ സഹായിച്ചിട്ടുണ്ടാവും. ഞാനിത് പറയുന്നത് ചില കുഞ്ഞുങ്ങളുടെ ജനനം ശാപമായി കരുതുന്ന അനേകം മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, ഡൗൺ സിൻഡ്രോം, മാനസിക വൈകല്യങ്ങൾ, ബുദ്ധിഭ്രമം, ബുദ്ധിവൈകല്യങ്ങൾ, ഇങ്ങനെയുള്ള പരാധീനതകൾ, പോരായ്മകൾ ബാധിച്ച, വൈകല്യങ്ങൾ നിറഞ്ഞ, ഒരുപക്ഷെ കൈകാര്യം ചെയ്യാൻ പ്രയാസമേറിയ കുഞ്ഞുങ്ങളുമായി വിധി വൈപരീത്യമെന്നോ ശാപമെന്നോ ശിക്ഷയെന്നോ ഇത്തരം കുഞ്ഞുങ്ങളെ അവരുടെ മേലുള്ള തലവരെ ഗണിച്ചുകൊണ്ട് സങ്കടങ്ങളിലൂടെ കഴിയുന്ന അനേകായിരങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ഇത് ശാപമാണോ, ശിക്ഷയാണോ, ദൈവകോപമാണോ, ചെയ്ത തെറ്റിൻ്റെ ഫലമാണോ, ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങൾക്ക് ദൈവം ശിഷ്ടകാലത്തെ ഈ കുഞ്ഞിലൂടെ വേട്ടയാടുകയാണോ? ഇത്തരത്തിലുള്ള ദൈവികമല്ലാത്ത ചിന്തകൾ ഓരോ നിമിഷത്തെയും കാർന്നു തിന്നുന്ന, ജീവിതത്തിൻ്റെ ഉന്മേഷത്തെ പരിപൂർണമായി നശിപ്പിച്ചു കളയുന്ന സങ്കടകരമായ സാഹചര്യങ്ങൾ കണ്ടുമുട്ടുന്നതുകൊണ്ട് പറയുകയാണ്, മെത്തൂശലേഹ് എന്ന ഈ കുട്ടി ഹെനോക്കിനെ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാൻ സഹായിച്ചു. ഓട്ടിസം ബാധിച്ച ഒരു കുഞ്ഞിൻ്റെ അമ്മ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഹൈപ്പർ ആക്ടിവിറ്റിയിൽ ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്നൊരു പിതാവ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നീ മെത്തൂശലേഹ് എന്ന് വിളിക്കുക, നിന്നെ ഞങ്ങൾ ഹെനോക്ക് എന്ന് വിളിക്കട്ടെ. ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാൻ ലോകം ശാപമെന്ന് പറയുന്ന, ലോകം പഴിക്കുന്ന, ഒരുപക്ഷെ ലോകപ്രകാരം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ കുഞ്ഞ് നിന്നെ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിക്കാൻ സഹായിക്കും. ഈ കുഞ്ഞൊരു ശാപമല്ല, ഒരു അനുഗ്രഹമാണ്. ഈ കുഞ്ഞ് നിന്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം വെച്ച് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മെത്തൂശലേഹിൻ്റെ മകനാണ് ലാമെക്ക്. ലാമെക്കിൻ്റെ മകനാണ് നോഹ. സേത്തിൻ്റെ വംശപരമ്പരയിൽ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ച പശ്ചാത്തലം നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദം, ഹവ്വ. ആദത്തിൻ്റെ ഹവ്വയുടെയും മക്കളിൽ, ആ പരമ്പരയിൽ സേത്തിൻ്റെ വംശപരമ്പര, ആ വംശപരമ്പരയിൽ ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ച ഹെനോക്ക്, ഹെനോക്കിൻ്റെ മകൻ മെത്തൂശലേഹ്, മെത്തൂശലേഹിൻ്റെ മകൻ ലാമെക്ക്, ലാമെക്കിൻ്റെ മകൻ നോഹ. ഇത്രയും കാര്യങ്ങൾ ബൈബിൾ പരിചയപ്പെടുത്തിയതിന് ശേഷം 6-ാം അധ്യായത്തിൽ ഭൂമിയിലെ മനുഷ്യൻ്റെ അവസ്ഥ ബൈബിൾ വിവരിക്കുകയാണ്. 6-ാം അധ്യായം 5-ാം വാക്യം: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. മനുഷ്യൻ്റെ തിന്മ വർദ്ധിക്കുകയാണ്. ഭൂമിയിൽ പാപത്തിൻ്റെ ആധിക്യം കടന്നു വരികയാണ്. ഭൂമി പാപത്താൽ പിടിമുറുക്കപ്പെടുകയാണ്. മനുഷ്യൻ തെറ്റിലേക്ക് വഴുതി വീഴുകയാണ്. വിശുദ്ധി നഷ്ടപ്പെടുകയാണ്. പ്രാർത്ഥന നഷ്ടപ്പെടുകയാണ്. ആത്മീയത ഇല്ലാതാവുകയാണ്. മനുഷ്യൻ ദുഷിക്കുകയാണ്. ഈ അവസ്ഥയിൽ അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ബൈബിൾ വായിക്കുമ്പോൾ ഒരിക്കലും മനുഷ്യൻ്റെ രീതിയിൽ ദൈവത്തെ കാണരുത്. മനുഷ്യന് മനസ്സിലാവുന്ന വിധത്തിൽ ബൈബിളിൽ ദൈവത്തെ
പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം പരിതപിച്ചു, ദൈവം വേദനിച്ചു, ദൈവം ദുഃഖിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിന് വീണ്ടും വിചാരമുണ്ടായി എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ദൈവം ആ സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി. അങ്ങനെ കർത്താവ് അരുളി ചെയ്യുകയാണ്, എൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തു നിന്ന് ഞാൻ തുടച്ചു മാറ്റും. ഇവിടെയാണ് പ്രളയം വരുന്നത്. ഭൂമുഖത്തെ വിഴുങ്ങാൻ ഒരു പ്രളയത്തിൻ്റെ വലിയ സംഹാര താണ്ഡവം, ഭൂമിയെ അപ്പാടെ വിഴുങ്ങാൻ, മാനവരാശിയെ അപ്പാടെ നാമാവശേഷമാക്കാൻ ദൈവം അയക്കുന്ന ഒരു പ്രളയം. പ്രളയത്താൽ എല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അങ്ങനെ ആ പ്രളയം വരുമ്പോൾ ബൈബിൾ പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം, എന്നാൽ നോഹ മാത്രം കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രമായി. ഹെനോക്കിൻ്റെ വംശപരമ്പരയിൽ മെത്തുശലേഹിൻ്റെ മകൻ ലാമെക്കിൻ്റെ മകൻ ഹെനോക്ക്, നോഹ ദൈവത്തിൻ്റെ പ്രസാദത്തിന്, സംപ്രീതിക്ക് പാത്രമായി. ഈ സാഹചര്യത്തിലാണ് ദൈവം നോഹയോട് പറയുന്നത്, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. എല്ലാ ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. അധർമ്മം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുകയാണ്. നീ ഒരു പെട്ടകം ഉണ്ടാക്കി അതിൽ നോഹയും, നോഹയ്ക്ക് 3 മക്കളാണ്, നോഹയുടെ 3 മക്കളും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേർ. 8 പേർ ഈ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിക്കും. ദൈവം കൽപ്പിച്ചതുപോലെ നോഹ പ്രവർത്തിക്കുകയാണ്. 7-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം, ജലപ്രളയം സംഭവിക്കുന്നു. ആകാശത്തിൻ്റെ കിളിവാതിൽ ദൈവം തുറന്നു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോൾ ഭൂമുഖത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. നോഹയും നോഹയുടെ ഭാര്യയും 3 പുത്രന്മാരും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേർ പെട്ടകത്തിൽ പ്രവേശിച്ചു. ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തതുമായ മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും ജോഡികളായി അവർ പെട്ടകത്തിൽ പ്രവേശിപ്പിച്ചു. 40 നാൾ വെള്ളപ്പൊക്കം തുടർന്നു. 150 ദിവസം ഈ പ്രളയം നീണ്ടു നിന്നു. 8-ാം അധ്യായം വിവരിക്കുന്നത് പ്രളയം അവസാനിച്ച് കഴിയുമ്പോൾ പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുകയാണ്. പർവ്വതത്തിൻ്റെ മുകളിൽ പെട്ടകം ഉറയ്ക്കുമ്പോൾ ഭൂമിയിലെ ജലനിരപ്പ് താണോ എന്നറിയാൻ നോഹ കാക്കയെ വിടുന്നു, പ്രാവിനെ വിടുന്നു. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിൽ നോഹയും ഭാര്യയും നോഹയുടെ പുത്രന്മാരും ഭാര്യമാരും പെട്ടകത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളും പെട്ടകത്തിൽ നിന്ന് പുറത്തു വരികയാണ്. മാമോദീസായുടെ പ്രതീകമാണ് നോഹയുടെ പെട്ടകം. യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ് നോഹയുടെ പെട്ടകം. സഭയുടെ പ്രതീകമാണ് നോഹയുടെ പെട്ടകം. ജലത്താൽ 8 പേരും മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും രക്ഷ പ്രാപിച്ചതുപോലെ മാമോദീസ ജലത്താൽ രക്ഷയുടെ തുറമുഖത്തേക്ക് ദൈവമക്കൾ കടന്നു വരുന്നതിൻ്റെ അടയാളമാണ് നോഹയുടെ പെട്ടകം. യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണത്താൽ, യേശുക്രിസ്തു കുരിശിൽ മരിച്ച ആ ബലിപീഠമായ കുരിശിനാൽ ലോകം രക്ഷ പ്രാപിച്ചു എന്നതിനാൽ യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പ്രതീകമാണ് നോഹയുടെ പെട്ടകം. സഭയാകുന്ന പെട്ടകത്തിലേക്ക് മാമോദീസ ജലത്തിലൂടെ പ്രവേശിക്കുന്ന ദൈവമക്കൾ രക്ഷയുടെ തുറമുഖത്തെത്തും എന്നതിനാൽ സഭയുടെ പ്രതീകമാണ് നോഹയുടെ പെട്ടകം. നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് ബൈബിളിലെ 3-ാമത്തെ ബലിയർപ്പണം നാം വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല.
എന്തെന്നാൽ തുടക്കം മുതലേ അവൻ്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നോഹ ദൈവത്തിന് ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്ന് ഒരു ദഹന ബലി അർപ്പിച്ചു. ലേവ്യരുടെ പുസ്തകത്തിൽ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന ബലികളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ആദ്യം പറയുന്നത് ദഹനബലിയാണ്. ദഹനബലിയുടെ പ്രത്യേകത ദഹനബലിയിൽ സമ്പൂർണമായ അർപ്പണമാണ്. ദഹനബലി അർപ്പിച്ച ബലിമൃഗത്തിൻ്റെ ഒരു ഭാഗവും പുരോഹിതനോ ജനത്തിനോ തിരികെ എടുക്കാൻ അവകാശമില്ല. അത് ബേൺഡ് ഓഫറിംഗ് ആണ്. അത് പൂർണ്ണമായും കത്തിച്ച് ചാമ്പലാക്കുന്ന പൂർണ്ണ സമർപ്പണത്തിൻ്റെ അടയാളമാണ് ദഹനബലി. നോഹ അർപ്പിക്കുന്നത് ദഹനബലിയാണ്. അതായത് ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും ദൈവത്തിന് ദഹനബലി അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ഒരു സമർപ്പണത്തിലേക്ക് നോഹ തന്നെയും തൻ്റെ കുടുംബത്തെയും പ്രവേശിപ്പിച്ചു. ബലിയർപ്പിച്ച ബൈബിളിലെ മൂന്നാമത്തെ ബലിയർപ്പണം നടത്തിയ നോഹയുടെ ബലിയുടെ പ്രത്യേകത, ആ ബലി ഒരു ദഹന ബലി ആയിരുന്നു, പൂർണ്ണമായ ബലിയായിരുന്നു. ബലിയർപ്പിച്ചതിൽ നിന്നൊന്നും നോഹ തിരിച്ചെടുത്തിട്ടില്ല. അത് സമ്പൂർണമായ ഒരു ദഹന ബലിയാണ്. അങ്ങനെ ഒരാൾ ദഹനബലി അർപ്പിക്കുമ്പോൾ ഹൃദ്യമായ ഒരു ഗന്ധമുണ്ടാവും, ഹൃദ്യമായ ഒരു പരിമളം, ഹൃദ്യമായ ഒരു സുഗന്ധം. ആ ബലിയർപ്പണത്തിൻ്റെ ഫലം ഒരു സുഗന്ധമാണ്. പൂർണ്ണമായും തങ്ങളുടെ ജീവിതങ്ങളെ അർപ്പിച്ചവരുടെ ചുറ്റും പരിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും ഈ സുഗന്ധം ഉണ്ടാവും. പൂർണ്ണമായി തങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ ഈ പരിമളം ഉണ്ടാവും. പൗലോസ്ലീഹ പിന്നീട് തൻ്റെ ലേഖനത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണ്. എങ്ങനെയാണ് ഒരാൾക്ക് കർത്താവിൻ്റെ സുഗന്ധമായി മാറാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദഹനബലി അർപ്പിക്കുമ്പോഴാണ് ഈ സുഗന്ധമുണ്ടാവുന്നത്. സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ അനന്തരഫലമാണ് ഈ പരിമളം. അങ്ങനെ നോഹ ദൈവത്തിന് ബലിയർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം പറയുകയാണ്, ഭൂമിയെ ഇനി ഒരിക്കലും മനുഷ്യൻ്റെ തിന്മ മൂലം സമ്പൂർണമായി ഞാൻ നശിപ്പിക്കില്ല. അതായത് ദൈവകോപത്തിൻ്റെ, മനുഷ്യൻ്റെ തിന്മ മൂലം ഉണ്ടാക്കിയെടുക്കുന്ന, മനുഷ്യൻ്റെ തിന്മ മൂലം ലോകത്ത് സംഭവിക്കാനിടയുള്ള സമ്പൂർണ്ണ നാശത്തിലേക്ക് ഭൂമിയെ നയിക്കുന്ന ആ ഒരു ദുരന്തം ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇതിനുശേഷം 9-ാം അധ്യായത്തിൽ ഈ ബലിയർപ്പണത്തിൻ്റെ അനന്തരഫലം നാം കാണുന്നത് ഭൂമിയിലെ ഒരുപക്ഷെ ആദ്യത്തെ ഉടമ്പടി നോഹയുമായി ദൈവം സ്ഥാപിക്കുകയാണ്. ബലിയർപ്പണത്തിൻ്റെ അനന്തരഫലമായി ഒരു ഉടമ്പടി ദൈവം സ്ഥാപിക്കുകയാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനുമായി സജീവമായ ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു ബന്ധത്തിലേക്ക്, ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പൂർവ്വപിതാവായ നോഹയുടെ ബലിയർപ്പണത്തിൽ പ്രസാദിച്ച ദൈവം മാനവരാശിയുമായി ഒരു കുടുംബ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ ദൈവം പറയുന്നത്. നാം കാണുന്നത് നോഹയോട് പറയുകയാണ്, നിന്നോടും നിന്റെ മക്കളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ഭൂമിയെ മുഴുവൻ ഞാൻ നശിപ്പിക്കില്ല. എല്ലാ തലമുറകൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഈ ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ മഴവില്ല് ഞാൻ സ്ഥാപിക്കുകയാണ്. ഇതാണ് മനോഹരമായ ആ ബലിയുടെ അനന്തരഫലം. അതായത് ഒരു സ്നേഹത്തിൻ്റെ മഴവില്ല് ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായി, ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായി മനോഹരമായ ഒരു മഴവില്ല്, സപ്തവർണ്ണങ്ങളുള്ള ഒരു മഴവില്ല് ആകാശത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ബലിയർപ്പണത്തിൻ്റെ ഒടുവിൽ സ്നേഹത്തിൻ്റെ ഈ മഴവില്ല് ആകാശത്ത് പ്രത്യക്ഷപ്പെടും. അങ്ങനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറുസലേമിൻ്റെ ആകാശത്തോളം ഉയർന്നു നിന്ന സ്നേഹത്തിൻ്റെ ഒരു മഴവില്ലിൻ്റെ പേരാണ് കുരിശുമരം.
ദൈവസ്നേഹത്തിൻ്റെ 7 വർണ്ണങ്ങൾ ആ കുരിശിൻ്റെ ശിഖരങ്ങളിൽ നിന്ന് വിശ്വപ്രപഞ്ചം മുഴുവൻ അതിൻ്റെ 4 ദിക്കുകളിലേക്കും പരന്നൊഴുകി. കുരിശെന്ന ആ മഴവില്ല്. ദൈവം ഇനി ഒരിക്കലും മാനവരാശിയെ അപ്പാടെ അവൻ്റെ തിന്മ മൂലം തുടച്ചു മാറ്റുകയില്ലെന്ന് ദൈവത്തെ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കുരിശെന്ന ആ മഴവില്ല്. ആ മഴവില്ല് ദൈവസ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെ ഉടമ്പടിയുടെയും അടയാളമായി നിലകൊള്ളും. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, എൻ്റെ ശാശ്വതമായ ഉടമ്പടിയുടെ അടയാളമായി ഞാൻ മേഘങ്ങളിൽ ഈ മഴവില്ല് സ്ഥാപിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബലിയുടെ ഒടുവിൽ സംഭവിക്കുന്നത് ഈ സ്നേഹമാണ്. പൂർണ്ണമായി തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുന്ന, തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ദഹന ബലിയായി, സജീവ ബലിയായി, റോമാലേഖനം 12:1 പൗലോസ്ലീഹ പറയുന്നത് പോലെ നിങ്ങളുടെ ശരീരങ്ങളെ സജീവമായൊരു ബലിയായി സമർപ്പിക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ മഴവില്ല് തെളിയും. നമ്മുടെ ഹൃദയാകാശത്ത്, ആത്മാവിൻ്റെ ആകാശങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ സപ്തവർണ്ണങ്ങളുമായി ഈ മഴവില്ല് തെളിഞ്ഞു നിൽക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.